ഹലോ, വെൽക്കം ടു നൊസ്റ്റു ഫ്ലേവേഴ്സ്. ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് 6 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 തക്കാളി മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്, 7 പച്ചമുളക്, 15-16 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പട്ട, 20ഓളം കുരുമുളക്, 3 ഏലക്ക, 1 ടീസ്പൂൺ പെരുംജീരകം, റമ്പയില, 2 ഉണങ്ങിയ നാരങ്ങ. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് മന്തി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ അവർ ഹോൾ ചിക്കനായിട്ടോ ഹാഫ് ചിക്കനായിട്ടോ ഒക്കെയാണ് സെർവ് ചെയ്യാറ്. ഞാനിവിടെ പീസസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സെല്ല റൈസിലും ബാസ്മതി റൈസിലുമാണല്ലോ മന്തി സാധാരണ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ ജീരകശാല റൈസാണ് യൂസ് ചെയ്യുന്നത്. 4 കപ്പ് അരിയാണ് മന്തി ഉണ്ടാക്കാൻ ഞാൻ എടുക്കുന്നത്. അരി 3-4 വെള്ളത്തിൽ നല്ലപോലെ കഴുകി നമുക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ പട്ട, ഏലക്ക, കുരുമുളക്, റമ്പയില, പെരുംജീരകം ഇട്ട് ഒന്ന് വഴറ്റാം. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറം ഒന്ന് മാറി വരുമ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ചിക്കൻ പീസസും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഒരു പാനിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലോട്ട് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് 2-3 മിനിറ്റ് വറുത്തെടുക്കാം. അരി ഒന്നിനോടൊന്ന് ഒട്ടാതെ കിട്ടണം. ഒന്നിനോടൊന്ന് ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ബോളിൽ 6 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് എണ്ണ, 2 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വെറും കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുക്കർ തുറന്ന് നോക്കാം. ചിക്കൻ പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചിക്കൻ പീസസ് മാത്രം എടുത്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ബോളിലോട്ട് മാറ്റാം. ചിക്കൻ്റെ ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് തന്നെ നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ചാണ് ചിക്കൻ വേവിച്ചെടുത്തത്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇപ്പോൾ നമുക്ക് 4.5 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ് കിട്ടിയിട്ടുള്ളത്. 4 കപ്പ് അരി വെച്ചാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 6 കപ്പ് വെള്ളമാണ് അരി വേവിച്ചെടുക്കാൻ ആവശ്യമുള്ളത്. കുക്കറിൽ തന്നെ 4.5 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഉണ്ട്. അതിലോട്ട് 1 കപ്പ് ടൊമാറ്റോ പ്യൂറേ ഒഴിച്ചു കൊടുക്കുകയാണ്. 3 തക്കാളി വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണിത്. മൊത്തം 5.5 കപ്പായി. ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. മന്തി റെഡിയായി കഴിയുമ്പോൾ റൈസിൽ പച്ചമുളക് ഇങ്ങനെ ഉടച്ച് കഴിക്കാൻ നല്ല രുചിയാണ്. 2 ഉണങ്ങിയ നാരങ്ങ ഒന്ന് പൊട്ടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അടച്ച് വെച്ച് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെക്കാം. 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് കുക്ക് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. പ്രഷർ മൊത്തം പോയതിന് ശേഷമേ കുക്കർ തുറക്കാവൂ. അതിനുള്ളിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ കുറച്ച് റിഫൈൻഡ് ഓയിലും ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചിക്കൻ പീസസ് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചിക്കൻ ഫ്രൈ ആയി കിട്ടും. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ മൊത്തം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പ്രഷർ മൊത്തം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അരി നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടി ഇട്ട് കൊടുക്കാം. കുക്കറിൽ നിന്ന് റൈസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. 6-7 പേർക്ക് സുഖമായിട്ട് ഒരു നേരം കഴിക്കാൻ പറ്റിയ ഒരു അളവാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്.
ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ മന്തി ഉണ്ടാക്കാറ്. ഇത് എൻ്റെ സിസ്റ്റർ ഇൻ ലോയിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് ഈ മന്തി. കൂടുതൽ മസാലാസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മാത്രമല്ല ബിഗിനേഴ്സിന് പോലും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.